അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഈ കോൺട്രാക്ട് നടപടികളെടുത്തപ്പോൾ ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, പ്രസാദം വിതരണം ചെയ്തതിൽ കണക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പറയുകയാണ്. ബില്ലുമായിട്ട് പൊരുത്തക്കേടുണ്ട്, അല്ലെങ്കിൽ 2 കോടി എടുത്ത് തിരിച്ചടച്ചിട്ടില്ല, മൊത്തത്തിൽ കുഴപ്പമാണ്, അപ്പോൾ വിശദാംശം തരൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കോടതി പ്രാഥമികമായ വിവരങ്ങൾ മാത്രം കണ്ടതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് മുസ്തഫ പറയുന്നത്. അല്ല, പ്രാഥമികമായി തന്നെ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന കാര്യമാണ് നിഷാദേത്. 600 പേരെയാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. 600 പേരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു സാമാന്യം നല്ല കല്യാണത്തിന് വിളിക്കുന്ന ആളാണെന്നേ. സാമാന്യ ലളിതമായി വിളിക്കുന്ന ഒരു കല്യാണത്തിന് 600 പേരുണ്ടാവും. അതിന് കോടിക്കണക്കിന് രൂപ ചെലവായി എന്ന് പറഞ്ഞാൽ ഏത് ദിനത്തിലാണത് ചെലവായതെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുകയാണെന്നേ. ഇതിനകത്ത് ഈ പറയുന്ന ചെലവിൽ സുതാര്യതയില്ല, ടെൻഡർ ക്ഷണിച്ചിട്ടില്ല, എങ്ങനെ ആർക്ക് വേണ്ടി എന്തിന് ചെലവായി എന്ന് പറയാൻ കഴിയുന്നില്ലെന്നേ. ഇവിടെ കൃത്യമായി ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ഞാൻ ഈ മീഡിയ വണ്ണിൽ വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു ചാനൽ പോയതാ. CPM പ്രതിയോട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ചർച്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ലെന്നേ. ഈ ആഗോള ഇവിടെ ഈ പറയുന്ന ബഹുമാന്യനായ സഖാവ് VP മുസ്തഫയ്ക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയും. ഈ ആഗോള അയ്യപ്പ സംഗമം വെച്ചതുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ശബ്ദം ശബരിമല സന്നിധാനത്ത് മുഴങ്ങിയെന്ന് CPM-നും BJP-ക്കുമുള്ള രാഷ്ട്രീയമായ ഗുണം ഒഴിച്ചു നിർത്തിയാൽ എന്ത് ഗുണമാണ് ഒരു ശരാശരി വിശ്വാസിക്ക്, ഒരു സാധാരണക്കാരനുണ്ടായത്? അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി എന്നൊക്കെയുള്ള പരിപാടികൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ എടുത്തു കാണിക്കാനുള്ള ഫലം എന്താണ്? നമ്മളങ്ങനെ സ്കൂൾ വാർഷികം നടത്തുന്നുണ്ട്, അതിന്റെ ഫലം എന്താണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവില്ലേ? അല്ല നിഷാദെ, അങ്ങനെ പറയരുത്. ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ? നിഷാദിനെ അതിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കാം ഇവർ അതിനെക്കുറിച്ച് പറഞ്ഞത് ശബരിമലയുടെ സമഗ്ര വികസനത്തിനുള്ള ചർച്ച അവിടെ നടക്കുന്ന. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ലെന്നേ. നമ്മളങ്ങനെ സ്കൂൾ വാർഷികമായിട്ട് ഇതിനെ സമീകരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ വാർഷികമല്ല അത്. ശബരിമല എങ്ങനെയാണ് വികസിക്കേണ്ടത്? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ പോലെയാണ് ഇവർ കൊടുത്ത ഹൈപ്പ്. ശബരിമലയെ കുറിച്ച് സമഗ്രമായ വികസനത്തിനെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകൾ വരും, സംസാരിക്കും. പക്ഷെ അവിടെ ഒരു പിണ്ണാക്കം നടന്നിട്ടില്ലെന്നേ. എന്താണ് അങ്ങ് അതിനങ്ങനെ ലഘൂകരിക്കുന്നത്? അതിന് സ്കൂൾ വാർഷികമായിട്ടൊന്നും പറയരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന പ്ലാറ്റിനം ആഘോഷം മാത്രമായിരുന്നെങ്കിൽ അത് നടത്തേണ്ടത് തിരുവനന്തപുരത്താ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഘോഷം അവിടെയാണ് നടക്കുന്നത്. ഇവിടെ ആ ആഘോഷം നടക്കുന്ന കോണ്ടെക്സ്റ്റ്, സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. ശബരിമല പോലെ ഒരു കാനന ക്ഷേത്രം, അവിടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ നടക്കുകയാണ്, മണ്ഡലം ഈ കാലം നടക്കുകയാണ്. അതിന് തൊട്ട് തലേ ദിവസം അവിടെയുള്ള വകുപ്പുകളുടെ ഏകോപനത്തെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയെ നടത്തുമെന്ന്. പക്ഷെ ഒരു സാമാന്യ മര്യാദ വേണ്ടേ നിഷാദെ? അവിടുത്തെ അതിന്റെ ഫ്ലക്സ് ഇപ്പോഴും ലഭ്യമല്ലേ? അയ്യപ്പന്റെ ചെറിയ ഫോട്ടോയും പിണറായി വിജയന്റെ വലിയ ഫോട്ടോയും വെച്ച് ഇവിടെ ആരെ പ്രൊജക്ട് ചെയ്യാൻ നടത്തിയത്? ഈ സാമാന്യ ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നേ. അത് കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ചില സമുദായ നേതാക്കളെ ക്ഷണിക്കാൻ ശ്രമിക്കുന്നു, അപ്പുറത്ത് പിണറായി വിജയനെ കൊണ്ടുവരുന്നു, അവരെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു മെസ്സേജ് കൊടുക്കുന്നു. കേരളം കണ്ടതാണെന്നേ. ഇത് കൃത്യമായൊരു പൊളിറ്റിക്കൽ പ്ലാനിംഗ് ആണ്, അല്ലാതെ ഒന്നുമല്ല. അതിനകത്ത് സൃഷ്ടിപരമായ ഗുണപരമായ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നു.